എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന എക്സാമിൻ്റെ ഒരു അനാലിസിസ്, ചെറിയ രീതിയിലുള്ളൊരു അനാലിസിസും പിന്നെ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ടെലഗ്രാമിലുമായിട്ട് ഒരു പോൾ നടത്തിയിരുന്നു. ആ പോളിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ നമ്മൾ മുൻവർഷത്തെ ഈ രണ്ട് ജില്ലകളിലെ കട്ട് ഓഫും മാർക്കുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്നലെ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ എക്സാം എഴുതി കഴിഞ്ഞ് 3 ദിവസത്തിനകമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനുള്ള ടൈം പീരീഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണ് തിരുത്തേണ്ടതെന്നുള്ളതുണ്ടെങ്കിൽ നമ്മുടെ PSC വെബ്സൈറ്റിൽ കയറി നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആക്കി കഴിയുമ്പോൾ താഴോട്ട് വരുമ്പം PSC ക്വസ്റ്റ്യൻ ചലഞ്ചിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് പ്രൊവിഷണൽ ആൻസർ കീയുടെ A കോഡാണ് കേട്ടോ, ഞാൻ ഒന്നുകൂടെ പറയാം. പ്രൊവിഷണൽ ആൻസർ കീയുടെ A കോഡ് പ്രകാരം ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ തിരുത്തേണ്ടതെന്നുള്ള ആ ക്വസ്റ്റ്യന്, അതിൻ്റെ കറക്റ്റ് ആൻസർ, അതിൻ്റെ റെഫറൻസ്, ഏത് ബുക്കിൽ നിന്നാണ് നിങ്ങളത് ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേർന്നുള്ള റെഫറൻസ് കൂടെ കൊടുത്തിട്ട് PSC ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ വെച്ച്. അപ്പോൾ അതൊന്ന് ചലഞ്ച് ചെയ്യാനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അപ്പം പിന്നെ ഇനി അടുത്തതെന്ന് പറയും, ഇന്നലത്തെ എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇന്നലെ അത്യാവശ്യം നല്ലൊരു എക്സാം ആയിരുന്നു എന്ന് തന്നെ പറയാം. ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു എക്സാം ആയിരുന്നു. അതായത് നമ്മളെ ട്രിവാൻഡ്രമില്ലേ, 1ാം ഘട്ടവും അതായത് 4ാം ഘട്ടവും ഒരു നമുക്ക് ഏകദേശം ഒരു ഈക്വലായിട്ടൊക്കെ കണക്ക് കൂട്ടാവുന്നൊരു ഘട്ടങ്ങളായിരുന്നു. അതായത് പരീക്ഷയുടെ നിലവാരം വെച്ച്, പിന്നെ ഏറ്റവും പരീക്ഷയുടെ നിലവാരം വെച്ച് 1ാം ഘട്ടവും അതുപോലെ തന്നെ 4ാം ഘട്ടവും, തിരുവനന്തപുരത്തെ ജില്ലയിലെ പരീക്ഷയും അതുപോലെ തന്നെ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലെ പരീക്ഷയൊക്കെ ഏകദേശം ഒരു റേഞ്ച് നിൽക്കുന്ന ഒരു പരീക്ഷ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ വരുന്നത്. അതായത് ഏകദേശം എന്ന് പറയുമ്പം നമ്മൾ പറയുമ്പോൾ എന്താണ്, മാത്സ് വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നലെ നടന്ന എക്സാമിന്. ഒരു 10 മാർക്ക്, 10ൽ 10 മാർക്കും കിട്ടാം. അതായത് അത്യാവശ്യം പഠിക്കുന്ന കൂട്ടുകാർക്ക് 10ൽ 10 മാർക്ക് വരെ മാത്സിനകത്ത് കിട്ടാൻ സാധിക്കും. പിന്നെ ഇംഗ്ലീഷും വളരെ ടഫിലായിരുന്നു, ഒരു 7-8 മാർക്ക് സുഖമായിട്ട് കിട്ടും. മലയാളം ഒരു 6 മാർക്കിലും സുഖമായിട്ട് കിട്ടും. അങ്ങനെ ആകുമ്പോൾ തന്നെ ഇത്രയും 10 എത്രയായി, 10, 16, 25 മാർക്കോളമായി, 25-27 മാർക്കോളമായി. പിന്നെ അതുപോലെ തന്നെ GK പാർട്ടിൽ എങ്ങനെ പോയാലും ഒരു 25 മാർക്ക് ഇന്നലത്തെ എക്സാമിന് കിട്ടും. 25-30 ഇടയ്ക്ക് ഇന്നലത്തെ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് GK പാർട്ടിയിൽ നിന്ന്. പിന്നെ എന്തിനാന്ന് പറഞ്ഞാൽ ഒരു 60-64 മാർക്ക് വരെയൊക്കെ സുഖമായിട്ട് പഠിക്കുന്ന, അത്യാവശ്യം പഠിക്കുന്ന ഒരു കൂട്ടുകാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. പിന്നെ നമ്മൾ എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അതായത് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ അനാവശ്യമായിട്ട് ഇന്നൊരു ചോദ്യം എനിക്ക് ഗസ് ചെയ്ത് ഇടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കറപ്പിക്കുന്ന ഒട്ടുമിക്ക കൂട്ടുകാരും നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നെഗറ്റീവ്സ് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നെഗറ്റീവ്സ് കയറുവാണെങ്കിൽ അല്പം മാർക്ക് കുറഞ്ഞൊക്കെ വരാനാണ് ചാൻസ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരു എബോവ് ആവറേജ് എക്സാം ആയിരുന്നു വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്നലത്തെ നമ്മുടെ പോളിൻ്റെ റിസൾട്ട് പറയാം. അതായത് ഇന്നലെ നമ്മളിട്ട LDC ആലപ്പുഴ ജില്ലയിൽ ലഭിച്ച മാർക്ക് രേഖപ്പെടുത്താനുള്ള നമ്മൾ പോൾ ഇട്ടിരുന്നു. ആ പോളിൽ 70-ന് മുകളിൽ 14% ആൾക്കാരാണ് പോൾ ചെയ്തിരിക്കുന്നത്. 70-ന് മുകളിൽ, 60-ഉം 69-നും മുകളിൽ 19%, 50-ഉം 59-നും മുകളിൽ 30%, അതുപോലെ തന്നെ 40-ഉം 49-നും 16%, പിന്നെ 40 താഴെ 21% പോൾ ചെയ്തേക്കുന്നവരുടെ എണ്ണം ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ പേര് 50-59. അപ്പോൾ നമ്മൾ ഈ 50-ന് മുകളിലോട്ടാണ് കൂടുതൽ പെർസെൻറ്റേജ് പോയിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഇന്നലത്തെ എക്സാം തന്നെ അത്യാവശ്യം വളരെ എബോവ് ആവറേജ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ ആലപ്പുഴയുടെ പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടുത്ത് പറയാം, നമുക്ക് അടുത്ത ജില്ല പറയാം. ഏതാണ് അടുത്തത്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ നമ്മൾ മാർക്ക് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. ആ പോളിൻ്റെ റിസൾട്ട് വരുമ്പോൾ 70-ന് മുകളിൽ 16%, 60-69, 20%, 50-59, എത്ര 34%, 40-49, 14%, ബിലോ 40 താഴെ 17% എന്നാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പോളിംഗ് ശതമാനവും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു പോളിംഗ് ശതമാനം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ഒരു മാർക്ക് റേഞ്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 64-65 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇന്നലെ നടന്നിരുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഗസ് അടിച്ച് നമ്മൾ നെഗറ്റീവ്സ് വരുത്തി വെക്കും. പല കൂട്ടുകാർക്കും അതൊരു കുഴപ്പമല്ല, നമുക്കായാലും അത് അങ്ങനെ വരുന്നതാണ് നെഗറ്റീവ്സ്. ആ നെഗറ്റീവ്സ് ഒഴിച്ചു കൂട്ടി കഴിഞ്ഞാൽ തന്നെ ഒരു 58-നും 57-നൊക്കെ മുകളിൽ സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇന്നലെ കഴിഞ്ഞ്. കാര്യം എന്താ, എക്സാം എളുപ്പമാണെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളവും മാത്സും ഇംഗ്ലീഷും വളരെ എളുപ്പമായിട്ടുള്ള ഇതായിരുന്നു ചോദിച്ചത്. പിന്നെ നമ്മുടെ ചില ക്വസ്റ്റ്യൻസൊക്കെ, പിന്നെ ഇപ്പോഴത്തെ PSCയുടെ നിലവാരം അറിയാമല്ലോ, ഡിലീഷൻസ് എത്ര വരുമെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഡിലീഷൻസ് വരുന്നതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഡിലീഷൻ വരുന്നതിനനുസരിച്ച് കട്ട് ഓഫ് റേഞ്ച് കുറയാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കണ്ണൂർ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ, കൊല്ലം ജില്ലയിലുള്ള പരീക്ഷയിലൊക്കെ ഉണ്ട് 9 ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നോക്കിക്കോ, 9 ക്വസ്റ്റ്യനാണ് ഡിലീഷൻ വന്നിരിക്കുന്നത്. ആ 9 ക്വസ്റ്റ്യൻ ഡിലീഷൻ വന്നാൽ തന്നെ അവിടുത്തെ കട്ട് ഓഫ് എന്തോരം താഴും, മനസ്സിലായില്ലേ?
ഈ PSC പരീക്ഷ നടത്തുമ്പോൾ അത്യാവശ്യം 100 മാർക്കിലും 1-2 മാർക്ക് ഡിലീഷനൊക്കെ വരുന്നത് നമുക്ക് പോട്ടത് വെക്കാം. ഇത്രയും മാർക്കൊക്കെ ഡിലീഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടമാണ്. കാരണം നമ്മൾ ഓരോ സമയം മെനക്കെടുത്തിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു വേദനാജനകമാണ്. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചുള്ള നല്ല ക്വസ്റ്റ്യൻസ് വന്നേ തീരത്തുള്ളൂ. അല്ല ഇതുപോലെ ഡിലീഷൻസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് PSCയുടെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം ഇനി ഉള്ള എക്സാമിനായാലും നമ്മൾ ഡിലീഷൻ വളരെ കുറയ്ക്കാൻ PSC ശ്രമിക്കേണ്ടതാണ്. അതുകൂടെ നമ്മൾ ഇത് വീഡിയോ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മുൻ വർഷത്തെ കട്ട് ഓഫിനെ കുറിച്ചോടൊന്ന് പറയാം. പാലക്കാട് ജില്ലയിൽ മുൻ വർഷം 54 കട്ട് ഓഫ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ 54 മാർക്കായിരുന്നു കട്ട് ഓഫായിട്ട് വന്നിരിക്കുന്നത്. 961 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ഏറ്റവും കുറവ് ഉള്ള കട്ട് ഓഫ് ആയിരുന്നു. 48.67 ആണ് വരുന്നത് കേട്ടോ. 2022 കട്ട് ഓഫാണ് ആലപ്പുഴ. 48.67 707 പേരെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാം. പാലക്കാട് ജില്ലയിലെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് 54 മാർക്ക് 961 പേരായിരുന്നു നമ്മുടെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ മുൻവട്ടത്തെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 48.67 മാർക്കാണ്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 707 പേരാണ്. അപ്പോൾ ഇത്രയുമാണ് റേഞ്ച് വരുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ അത്രയും ഒന്നും ഇത്രയും താഴത്തില്ല ഈ ഒരു എക്സാം. നമ്മൾ ഈ കഴിഞ്ഞൊരു എക്സാം നല്ല അല്പം കയറിയ കട്ട് ഓഫ് വരത്തുള്ളൂ. പിന്നെ നമ്മൾ എന്താണ് ഡിലീഷനും കാര്യങ്ങളൊക്കെ വരുമ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരും. പിന്നെ നമ്മൾ എത്ര പേരെ എടുക്കണമെന്നൊക്കെ ഉള്ളത് PSC ആണ് തീരുമാനിക്കുന്നത്. ഏകദേശം ഞാനിപ്പം പറഞ്ഞ മുൻവട്ടത്തെ ആൾക്കാരെ എടുത്ത് അത്രയും തന്നെ വരാനായിരിക്കും. ഒരു 95% ചാൻസ് അത്രയും പേരെ തന്നെ എടുക്കാനായിരിക്കും ചാൻസ് മെയിൻ ലിസ്റ്റിൽ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് വരുന്നത്. എന്തായാലും ഒരു കട്ട് ഓഫ് റേഞ്ചും പരീക്ഷയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എബോവ് ആവറേജ് എക്സാമാണ് കാര്യങ്ങളൊക്കെയാണ്. ഇനി എനിക്ക് പറയാനുള്ള അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാരോടാണ്. അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാർ നിങ്ങൾ കണക്ട് ചെയ്ത് മാക്സിമം പഠിച്ചു വെച്ചോ. ഇനി ഉള്ള എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് വരും. കാരണം ഇത്രയും 4 ഘട്ടങ്ങളുടെ പരീക്ഷ കഴിഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ക്വസ്റ്റ്യൻ വരുന്ന രീതികളും ഒക്കെ ഒരുവരും മനസ്സിലായി കാണും. അപ്പോൾ അതിനനുസരിച്ച് അടുത്ത ഘട്ടത്തിലുള്ള കൂട്ടുകാർ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാർക്ക് കുറഞ്ഞു പോയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഒരു 55-ന് മേളിലൊക്കെ മാർക്ക് കിട്ടിയവരൊക്കെ പേടിക്കേണ്ട, ലിസ്റ്റിൽ വരും. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട, ലിസ്റ്റിൽ വരും. അതുപോലെ തന്നെ 60-65 60-ന് മേളിലൊക്കെ സ്കോർ ചെയ്തവർ ഉറപ്പായിട്ടും അവർക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാർ മാക്സിമം SCRT ബേസ് ചെയ്തൊക്കെ പഠിച്ചു തുടങ്ങുക. ഈ വട്ടത്തൊക്കെ പരീക്ഷയ്ക്കും SCRT ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. നമ്മളെ സണിയാസെന്നിൻ്റെയൊക്കെ SCRT ബേസ് ചെയ്താണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ SCRT ടെസ്റ്റ് അതേപോലെ കിടക്കുന്നതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം അതോടെ നോക്കുക. അതുപോലെ അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടുന്ന കറണ്ട് അഫെയർ ടോപ്പിക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. പിന്നെ ഈ 2 എക്സാം എഴുതി അതായത് മാർക്ക് അല്പം കുറഞ്ഞു പോയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കരുത്. ഒന്നുകൊണ്ടും നിങ്ങൾ ഇട്ടിട്ട് പോവുകയും ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഒരു ബേസ് ഐഡിയ കിട്ടി, എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ബേസിക് ഐഡിയ കിട്ടി. അപ്പോൾ നിങ്ങൾ അടുത്ത പരീക്ഷകൾ ഉടനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ LGSൻ്റെ വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വരുന്നുണ്ട്, പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്. അതുപോലെ VFA തുടങ്ങിയ നിരവധി സബ്സികളുടെ എക്സാംസ് അടുത്ത വർഷം തന്നെ നടക്കും. പിന്നെ അടുത്ത വർഷം ഈ വർഷമായിട്ടൊക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഇത്രയും പഠിച്ചത് ഉണ്ടെങ്കിൽ ബേസ് തറവായി കഴിഞ്ഞെങ്കിൽ അടുത്തൊരു എക്സാമിന് വേണ്ടി കുറച്ച് ഹാർഡ് വർക്കോടെ ചെയ്താൽ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ കയറി ജോലി മേടിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക.